Good morning students. Welcome to Malayalam class Standard 6. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പൊന്മാൻ എന്ന കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൽ എടുത്തിട്ടുള്ളതാണ് പൊന്മാൻ എന്ന കവിത. എഴുത്തച്ഛനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. ഭക്തി പ്രസ്ഥാനത്തെ അതിന്റെ അത്യുന്നത നിലയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് എഴുത്തച്ഛൻ. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചൻ പറമ്പിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അധ്യാത്മ രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികള്. അപ്പൊ ഈ കവിതയില് ഈ അധ്യാത്മ രാമായണത്തിൽ എടുത്തിട്ടുള്ളതാണ് ഒരു പ്രധാന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കവിതയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി വനവാസ കാലത്ത് കാട്ടിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. ആ സമയത്ത് ശ്രീരാമൻ ശൂർപ്പണാഖയുടെ സഹോദരന്മാരെയും ഭർത്താവിനെയും വധിക്കുന്നു. അപ്പം ഇത് കണ്ട് ശൂർപ്പണാഖയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ശൂർപ്പണാഖ ചെന്ന് രാവണനോട് പറയുന്നു. അപ്പം ആ രാവണനോട് പറയുന്ന കൂട്ടത്തില് സുന്ദരിയായ സീതയെ കുറിച്ചും ശൂർപ്പണാഖ പറയുന്നു. അപ്പം രാവണന് സീതയെ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ രാവണൻ എന്ത് ചെയ്തു? മാതുലനായ മാരീചനെ ഒരു മാനിന്റെ രൂപത്തില് വനത്തിലേക്ക് വരികയാണ്. അപ്പം ആ സ്വർണ്ണ നിറമുള്ള ആ മാനിനെ കാണുമ്പോൾ സീതയ്ക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു, അതിനെ പിടിക്കണമെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ ഈ പൊന്മാൻ എന്ന കവിതയിലെ പാഠസന്ദർഭം. ഇനി നമുക്ക് കവിതയൊന്ന് കേൾക്കാം. എല്ലാവരും പുസ്തകം എഴുതി. പൊന്മാൻ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗ മെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതീനെതു മെത്രയുമടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖ മുണ്ടിതു നമുക്കിങ്ങ് വിളിച്ചിടുക വരൂ മെന്നു തോന്നുന്നു നൂനം പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർ ബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈ കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്ത മൂടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസാവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘു നാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ
വീണപ്പോൾ മരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ അയ്യോ പാവം. ഓക്കെ, കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് ഓരോ വരിയും ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ലൈൻ നോക്കിയേ. ഭർത്താവേ കണ്ണിയിലെയോ കനകമയ മൃഗ എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. അപ്പം പ്രിയ ഭർത്താവേ, രത്നഭൂഷിത, രത്നമെല്ലാം അണിഞ്ഞ് സ്വർണ രൂപത്തിൽ നിൽക്കുന്ന ഈ മാനിനെ അങ്ങ് കണ്ടില്ലേ? പേടിയിൽ അതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും. എന്ന് പറയുന്ന പേടിയില്ല, അതിന് ഒരു പേടിയുമില്ല. പേടിയിൽ അതിനേതും എത്രയും അടുത്തു വന്ന്, അത് അടുത്തേക്ക് വരികയാണ് കേട്ടോ. പേടിയിൽ അതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും. അതിന് നല്ല മെരുക്കമുള്ള ഒരു മൃഗമാണെന്ന് തോന്നുന്നു. അതിന് അല്പം പോലും പേടിയില്ല. അതിന് മനുഷ്യനോട് നല്ല ഇണക്കമുള്ള ഒരു മൃഗമാണെന്ന് തോന്നുന്നു. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിഞ്ഞു വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. ഇതിനെ കണ്ടിട്ട് ഇതിലൂടെ കളിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് വിളിക്കുക. പിടിച്ചു കൊണ്ടിങ്ങോ നീടുക വൈകിയില്ലാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. ഭർത്താവേ ജഗൽപദേ. ജഗൽപദേ എന്ന് പറഞ്ഞാൽ ജഗത്തിന് നാഥനായവൻ അല്ലേ? ഭർത്താവേ ജഗൽപദേ എന്ന് പറഞ്ഞാൽ ശ്രീരാമനോട് പറയുകയാണ്. എന്താണ്? ആരാ പറയുന്നത്? സീത പറയുകയാണ്, ശ്രീരാമനോട് പറയുകയാണ്. പിടിച്ചിടുക, പിടിച്ചു കൊണ്ട് വരിക. അതിനെ വൈകാതെ തന്നെ അതിനെ പിടിച്ചുകൊണ്ട് വരിക. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. അതിനെ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് വരിക. ഓക്കെ. മൈഥിലി വാക്യം കേട്ട്, മൈഥിലി എന്ന് പറഞ്ഞാൽ സീത, സീതയുടെ വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു. രാഘവൻ ആരാ? ശ്രീരാമൻ അരുൾ ചെയ്തു, പറഞ്ഞു. എന്താ പറയുന്നത് നോക്കിയേ. സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. മൈഥിലിയുടെ വാക്യം കേട്ടിട്ട് ശ്രീരാമൻ പറഞ്ഞു, സഹോദരനായ ലക്ഷ്മണനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സീതയെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുകാനന്മാരുണ്ട് കാനനം തന്നിലെന്നും. ഈ കാനനത്തില് യാതുകാനന്മാർ, രാക്ഷസന്മാര് ഉണ്ട്. അതുകൊണ്ട് സീതയെ നീ ലക്ഷ്മണൻ നോക്കിക്കൊള്ളണം. ഓക്കെ. എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിഞ്ഞു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അപ്പം ജഗത്തിന് നാഥനായ ശ്രീരാമൻ ഇത്രയും പറഞ്ഞിട്ട് ധനുർബാണങ്ങൾ, അമ്പും വില്ലും എല്ലാം എടുത്ത് എന്ത് ചെയ്തു? മൃഗത്തെ കൈക്കൊള്ളാൻ, മൃഗത്തെ പിടിക്കുവാനായിട്ട്, മാനിനെ പിടിക്കുവാനായിട്ട് യാത്രയായി. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളി. അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അപ്പൊ ആ മാനിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് എന്നാ ചെയ്യും? അത് വേഗത്തിൽ ഓടും. വേഗത്തിൽ ഓടി മാറിയിട്ട് പിന്നെ എന്താ ചെയ്യുന്നേ? അടുത്തു കൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം, അതായത് അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് മാറി മാറി അങ്ങ് പോകും. പിന്നെ വളരെ മുന്നിലാണെന്ന് തോന്നുമ്പോൾ അത് എന്നാ ചെയ്യും? പതുക്കെ പതുക്കെ അത് നടന്ന് പതുക്കെ പതുക്കെ ആവും. അത് ഇത്ര മനസ്സിലായോ? ബാക്കി ഭാഗം നോക്കി. അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോട് ദൂരെ കുതിച്ചു ചാടുമ്പോൾ. അപ്പം അടുത്ത് വരുമ്പോൾ എന്നാ ചെയ്യും? പിടിക്കാനായിട്ട് ഭാവിക്കുമ്പോൾ എന്ത് ചെയ്യും? പടുത്തം എന്ന് പറഞ്ഞാൽ സാമർഥ്യത്തോടെ അത് ദൂരേക്ക് ചാടിപ്പോകും. ഇങ്ങനെ തന്നെയൊരു ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ട് അതിനേറ്റം. അപ്പം ഇങ്ങനെ തന്നെ അത് ഇങ്ങനെ വേഗത്തിൽ പായുന്ന ഇതിനെ എങ്ങനെ പിടിക്കും അല്ലേ എന്ന് ആലോചിച്ച് രാമൻ അങ്ങനെ നിന്നു. പിന്നെ എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു നേരം, രാഘവൻ ഒരു ശരം. അപ്പം എന്താണ്? എല്ലാ ആശയെല്ലാം വിട്ടിനെ പിടിക്കാൻ പറ്റത്തില്ല, അത് ഓടി ഓടി പോവില്ല. അതുകൊണ്ട് രാഘവൻ എന്ത് ചെയ്തു? ആശയെല്ലാം വിട്ടിട്ട് ഒരു ശരം നന്നായി കൊടുത്തു പഠിച്ചു വിട്ടു. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കിയേ?
പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലൊരു രാക്ഷസവേഷം പൂണ്ടാൻ. പൊന്മാനും അത് പൊന്മാന്റെ ദേഹത്തേക്ക് ആ ശരം കൊണ്ടിട്ട് അത് ഭൂമിയിൽ വീണ നേരം എന്ത് സംഭവിച്ചു? ഒരു വലിയൊരു മല പോലെ ഒരു രാക്ഷസ വേഷം കൊണ്ട് അവിടെ വീണ് കിടന്നു. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. അപ്പം പോകുന്നതിന് മുന്നേ മാരീചൻ എന്ന് പറഞ്ഞ രാക്ഷസനാണ് എന്ന് ലക്ഷ്മണൻ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ അത് നേരാണെന്ന് രഘുനാഥനും ഉറച്ചു. ലക്ഷ്മണൻ പറഞ്ഞ വാക്ക് കറക്റ്റ് ആണെന്ന് പറയുന്നു. ബാണമേറ്റ് അവനിയിൽ വീണപ്പോൾ മരീചനും ബാണമേറ്റ് അവനി എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വീണു. ബാണം കൊണ്ട് മാരീചൻ ഭൂമിയിലേക്ക് വീണിട്ട് എന്ത് സംഭവിച്ചു? പ്രാണവേദനയോട് കരഞ്ഞാൻ അയ്യോ പാവം. പ്രാണവേദനയോടെ ആ ഭൂമിയിൽ വീണ് മാരീചൻ കരഞ്ഞു. അപ്പം മാരീചൻ എന്ന രാക്ഷസനെ ശ്രീരാമൻ കൊല്ലുന്നത് വരെയാണ് ഈ കവിതയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.